ട്രഷറി, നാടിന്റെ ട്രഷറി എന്ന് പറയുന്നത് നശിച്ച് നാറാണക്കല്ല്. CPIM അതിനുള്ള കഴിവൊന്നും ബിനോയ് വിശ്വത്തിന്. ഇപ്പൊ പണം ഉണ്ടെങ്കിൽ എന്ത് മുറകളും ഉണ്ടാക്കാൻ കഴിയും, അതില്ല. ആ പ്രളയത്തിൽ കൈകാര്യം ചെയ്ത രീതിക്ക് അവർക്ക് ഒരു അവാർഡ് കിട്ടിയതാണല്ലോ സംസ്ഥാന ഭരണം. ആരോഗ്യരംഗം കുത്തഴിഞ്ഞു പോയി. വീണ ജോർജിനെ മന്ത്രിയാക്കാൻ വേണ്ടി CPIM വലിയ വില കൊടുക്കേണ്ടി. മുസ്ലിം ലീഗ് ചിലപ്പം തിരിച്ച് LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സാർ, നമ്മുടെ ഈ ചർച്ചയിലെ വിഷയം ഒരു അല്പം മുൻകൂട്ടിയുള്ള ഒരു പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. താങ്കൾക്ക് ഒരു പ്രഡിക്ഷൻ പറയുന്ന പോലെ പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ പറയാമോ? ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പല പല റൂമറുകളും മുന്നണി രാഷ്ട്രീയത്തിൽ കേൾക്കുന്നുണ്ട്. അതായത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോഴത്തെ മന്ത്രിയാണ് അദ്ദേഹം. അയാൾ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നു. അത് ഒരു വിഷയം. രണ്ട്, കാഫിർ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിയും CPIM ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. കോൺഗ്രസ് പഴയതിനേക്കാൾ കുറെ കൂടി ശക്തി ആർജിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം, മുന്നണി രാഷ്ട്രീയത്തിൽ LDFിൽ നിന്ന് ആരെല്ലാം വരുന്ന നിയമസഭയിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ കരുതുന്നു? അങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുകൂടെ ഒന്ന് പറയാമോ? CPIയും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സമവാക്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏത് മുന്നണിയാണോ ജയിക്കാൻ പോകുന്നത് ആ മുന്നണിയിലേക്ക് ചേക്കാറാനുള്ള താല്പര്യം കാണിക്കാറുണ്ട്. അതിപ്പോ ജോസഫ് അവർ കൂടെ ഉണ്ടല്ലോ. ജോസഫ് ആൾറെഡി ജോസഫിന് ബേസ് ഉണ്ടോ? ജോസഫ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ നേതാക്കളൊന്നും 2 പേരുണ്ടോ കൂടെ എന്നല്ലാതെ ജോസഫിന് തൊടുപുഴയിൽ മാത്രമുള്ള ഒരു ബേസേ ഉള്ളൂ. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ മൊത്തത്തിലുള്ള ഒരു ബേസ് അദ്ദേഹത്തിനില്ല. അത് ജോസ് കെ മാണിക്കും ഇല്ല. മാണിയുടെ കാലത്ത് കുറച്ച് ബേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ധനമന്ത്രി ആയിരുന്നുകൊണ്ട് അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കഴിച്ചാൽ ഇപ്പോൾ ജോസ് കെ മാണിക്ക് അവിടെ വലിയ പോപ്പുലർ ബേസ് ഒന്നുമില്ല. അവിടെ പിന്നെ അടുത്ത സ്ഥാനമുള്ളത് കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നതാണ് ആദായം, ലാഭം. ഇത് നോക്കിയാണ് കേരള കോൺഗ്രസുകൾ തീരുമാനമെടുക്കുക. പ്രാക്ടിക്കലാണ് തീരുമാനം, ആദർശപരമല്ല. മാണി സാറിന്റെ മകൻ ഒരിക്കലും മാണി എന്ന് പറയുന്ന നേതാവിന്റെ ആ ഗ്രൂപ്പ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹം ഒരിക്കലും മാണി ഗ്രൂപ്പ് വിട്ട് കോൺഗ്രസിൽ പോകില്ല. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന റോഷി അഗസ്റ്റിനെ കുറിച്ചാണ്. റോഷി അഗസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ മാത്രമായിട്ട് അങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാറ്റം എന്ന് പറയുന്ന അവരുടെ മന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹം മാത്രമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറാനുള്ള സാർ. ഇപ്പോ ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. ഇപ്പൊ നന്ദകുമാർ സാർ, ക്രൈമിൽ നന്ദകുമാർ സാറ് ഒരു പ്രമുഖ മുൻകാല കേരള കോൺഗ്രസ്സുകാരനുമായി സംസാരിച്ച ഒരു സ്ഥലത്ത് ആ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. ആ നേതാവ് പറഞ്ഞത് CPIന് കോടിക്കണക്കിന് രൂപ കോഴ കൊടുത്താണ് ജോസ് കെ മാണി ഇപ്പോ രാജ്യസഭയിൽ മെമ്പറായിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ജോസ് കെ മാണി എങ്ങനെയാണ് സാർ ഈ വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ മാറിപ്പോകുന്നത്? അത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു രാജ്യസഭ MP ആയിരിക്കുമ്പോൾ. അതെ, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ. ഇനിയും കോടിക്കണക്കിന് വേറൊരു മുന്നണിക്ക് കൊടുക്കാനുള്ള സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ സാറ് പറയുന്നത് മാണി ഗ്രൂപ്പ് ആദ്യം പോയെങ്കിൽ അവർക്ക് നിലനിൽപ്പതേ ഉള്ളൂ. ഇപ്പൊ LDF പരാജയപ്പെടുമെന്നുള്ളതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി വരുന്ന വേറൊരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അപ്പോ ഞാൻ ചോദിക്കുന്നത് ഏതാ, LDF പരാജയപ്പെടും, അതായത് 2026 നിയമസഭയിൽ LDF കൂപ്പുകുത്തുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിലാണ് അത്ഭുതങ്ങൾ. അതാണ് ഇപ്പൊ ട്രഷറി, നാടിന്റെ ട്രഷറി എന്ന് പറയുന്നത് നശിച്ച് നാറാണക്കല്ല് വെച്ചു. സാർ, ഇനി അത്ഭുതം സംഭവിക്കാനെന്ന് പറയാന്ന് വെച്ചാൽ ഇവിടെ ചെറുപ്പക്കാരുടെ വോട്ട് വളരെ കുറഞ്ഞു. ഇവിടെ കുട്ടികളെല്ലാം പഠിക്കാൻ അന്യ രാജ്യങ്ങളിലാണ്. പിന്നെ രണ്ടാമത് വോട്ട് കൂടാൻ സാധ്യതയെന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഘടകം താങ്കൾ പറഞ്ഞ ശേഷം ഞാൻ പറയാം. എങ്ങനെ ഒരു മിറാക്കിൾ ഉണ്ടാകും? മിറാക്കിൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? ശബരിമലയുടെ യാതൊരു മാജിക്കും ഇല്ലാതെയാണല്ലോ ഇത്രയും വോട്ട്. കഴിഞ്ഞ ലോക്സഭയില് ഈ ലോക്സഭയിലുണ്ടായി അല്ല, ഇതുണ്ടായില്ലല്ലോ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 എണ്ണവും അവർ നേടിയില്ലേ? 19 എണ്ണവും UDF മുന്നണി നേടിയില്ലേ? അപ്പൊ ആ മുന്നണി ലോകസഭ അല്ലല്ലോ സാർ, നിയമസഭ. അതെങ്ങനെ പറയാൻ പറ്റും? രാഷ്ട്രീയമല്ലേ ഇത് രണ്ടും. ലോക്സഭയിലും നിയമസഭയിലും മാറി മാറി പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രണ്ടാം സ്ഥാനവും 3ാം സ്ഥാനവും BJP പല നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അവര് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ BJPക്ക് സീറ്റ് കിട്ടും. അപ്പൊ ഒരു 5 സീറ്റെങ്കിലും നിയമസഭയിൽ BJP 5-ന് മുകളിൽ കിട്ടും. താങ്കൾ അങ്ങനെ അതിനോടുള്ള അയിത്തം മാറിക്കഴിഞ്ഞു. ഇത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് തെളിവുകളല്ലേ? ഇത് വോട്ട് ശതമാനത്തിന്റെ തെളിവുകളല്ലേ? അത് ഉറപ്പാണ്. അത് തീർച്ചയായിട്ടും വരും. അയിത്തം മാറിയിരിക്കുന്നു. ശരി, അപ്പോൾ താങ്കളുടെ ഇപ്പൊ അവര് പ്രവർത്തനവും തുടങ്ങിയിരിക്കുന്നു. അയ്യപ്പദാസ് അറിയുന്നില്ല. ജില്ലകൾ കേന്ദ്രീകരിച്ച് നമ്മൾ അറിയുന്നുണ്ട് കാര്യം. CPIമില് അല്ല, അത് അറിയുന്നുണ്ട് കാര്യം.
ഞാൻ അറിയുന്നില്ലെന്നല്ല, നമ്മൾ അറിയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കണ്ണൂര് CPM-ല് പാർട്ടിയിൽ പിന്നെ താല്പര്യമില്ലാതെ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന പാർട്ടി അനുഭാവികളെ, പാർട്ടി മെമ്പർമാരെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. വൻ ഫണ്ട് ഉപയോഗിച്ച് അവർ ജില്ലകൾ തോറും മണ്ഡലങ്ങൾ തോറും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അല്ല, കൃഷ്ണദാസ് എന്ന് പറയുന്ന BJP നേതാവ് പലരെയും കണ്ട് സംസാരിച്ചു എന്നും അത് കണ്ണൂർ ഒരു ജില്ല മാത്രമല്ല എല്ലായിടത്തും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPI ഈ മുന്നണി വിട്ടു പോകാൻ സാധ്യതയുണ്ടോ? CPI-ന് അതിനുള്ള കഴിവൊന്നും ബിനോയ് വിശ്വത്തിനില്ല. ബിനോയ് വിശ്വത്തിന് കുറച്ച് സാഹിത്യവും അതുപോലെ ബുദ്ധിജീവി ചിന്തകളും പങ്കുവെക്കാവുന്നല്ലാതെ ധീരമായിട്ടൊരു CPI പിളരും. CPI പിളരും. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, പണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവമോ ദേശീയ ജനാധിപത്യ വിപ്ലവമോ എന്നുള്ള പേരിന്റെ ആയിരുന്നല്ലോ പോളിറ്റ് ബ്യൂറോയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഒന്ന് പിളർന്നില്ലേ? അതുപോലെ പിളരും. കോൺഗ്രസ് വേണോ അതോ CPM വേണോ എന്ന് വരുന്ന ചോദ്യം വരുമ്പോൾ കേരളത്തിൽ വീണ്ടും പിളരും. ഇപ്പൊ തന്നെ വിമതശല്യം വളരെ കൂടുതലാണ് CPI-യിൽ. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പൊ സാറ് ഈ കാര്യം പറഞ്ഞില്ല. എങ്ങനെ ഈ ഒരു പക്ഷേ എങ്ങനെ ഒരു വേള ചിലപ്പോൾ ഇടതുമുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധ്യത എന്ന മിറാക്കിൾ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഇത്രയും ജനദ്രോഹം ചെയ്യുമ്പോൾ എന്ത് മിറാക്കിളാണ് ഇവർ ചെയ്യാൻ പോണത്? ആര്? ഈ ഇടതുമുന്നണി എന്ത് മിറാക്കിളാണ് ഉണ്ടാക്കാൻ? അല്ല, മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണം ഉണ്ടെങ്കിൽ എന്ത് മിറാക്കിളും ഉണ്ടാക്കാൻ കഴിയും. അതില്ല. ട്രഷറി ഇപ്പൊ നമ്മുടെ വയനാടുണ്ടായ വിഷയത്തിൽ അതൊരു മിറാക്കിൾ. വാസ്തവത്തിൽ അവർക്ക് ഗുണം വയനാടിന്റെ കാര്യം ഇപ്പൊ അവരാവശ്യപ്പെട്ട ഇത്രയും രൂപയും കൂടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ മിറക്കിൾ സംഭവിക്കും. വളരെ സമർത്ഥമായിട്ട് അത് കൈകാര്യം ചെയ്യും. അങ്ങനെ 2018 ആ പ്രളയത്തിൽ കൈകാര്യം ചെയ്ത രീതിക്ക് അവർക്ക് ഒരു അവാർഡ് കിട്ടിയതാണല്ലോ സംസ്ഥാന ഭരണം. അതുപോലെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെയൊക്കെ പുനരധിവാസം ചെയ്യിപ്പിച്ച് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്ത ഒരു മിറക്കിൾ തന്നെയാണ്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന പിന്നെ അവരുടെ പെൻഷൻ തുക കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടാവും. പെൻഷൻ പഴയതിലേക്ക് പോകാൻ വേണ്ടി ഇനി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അവർക്ക് പണമില്ല കൊടുക്കും. ഒരു കമ്മിറ്റിയെ വെക്കും. ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുമ്പോ പിന്നെ ഒരു 2 വർഷമാവും. പിന്നെ അത് വെച്ചോണ്ട് ഒരു 5 വർഷം ഇരിക്കാം. ആളുകൾക്ക് ഒരു പ്രതീക്ഷ. എത്രയെങ്കിലും മാസമേ ഇനി ഈ സർക്കാർ ഉള്ളൂ. 20 മാസത്തിന്റെ കണക്കം കണ്ടൊക്കെ ഉള്ളതാണ്. അതെ, അത് കൊടുക്കാനല്ലല്ലോ, ഇത് വെച്ചുകൊണ്ടിരിക്കാനല്ലേ. അല്ല, പെൻഷൻ തുക 2500 വരെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. 2500 വരെ ആക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പെൻഷൻ തുക ഈ വാർദ്ധക്യ അതാണ് ക്ഷേമ പെൻഷന്റെ കാര്യം. ഞാൻ വിചാരിച്ച മറ്റേ പെൻഷൻ സിസ്റ്റം ഇപ്പൊ പഴയ പെൻഷൻ സ്കീമിലേക്ക് പോകുന്ന കാര്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാർദ്ധക്യകാല പെൻഷൻ എവിടുന്ന് എടുത്തു കൊടുക്കും? അത് കൊടുക്കുന്ന പറയുന്നത് കുടിശ്ശിക സഹിതം പറയുന്നു. എവിടുന്ന്? എന്താണ് അതിന്റെ സോഴ്സ്? ഇല്ലാത്തതുകൊണ്ടല്ലേ കൊടുക്കാതിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ MLA-യുമായി നമ്മൾ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഒരു ഇടതുപക്ഷ MLA ആണ് പറഞ്ഞത്. അത് അങ്ങനെ ഒരു സാറ് ഞാൻ അത് എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് സപ്ലൈകോക്ക് കൊടുക്കാൻ പണമില്ല. അപ്പൊ ഇന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 100 കോടി രൂപ 100 കോടി അനുവദിച്ചെന്താ അവര് പിണങ്ങി പോകും. മുന്നറിയിപ്പ് നൽകി. അതിനെ തുടർന്നാണ് 100 കോടി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. 150 കോടി ആയിക്കോട്ടെ. ബാക്കി പണം എവിടെ? വകുപ്പ് പിന്നെ അവരുടെ വകുപ്പുകൾക്കെല്ലാം കൃത്യമായിട്ട് പണം കൊടുക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. CPM ഭരിക്കുന്ന വകുപ്പുകൾക്ക്. CPI-യുടെ വകുപ്പുകളെ ഇന്ന് കൊടുത്തെന്ന് പറയുന്നുണ്ട്. കൊടുത്തു. അതെ, 150. കാരണം കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇപ്പോ ഇവരുടെ ഭരണത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ മേഖല. നമ്മൾ അല്പം മുമ്പ് ഒരു വാർത്ത കണ്ടു. പിന്നെ ഒരു ആദിവാസി സ്ത്രീ അവരുടെ കാല് പഴുത്ത് കാലില് പുഴു അരിച്ച് ആ കാലും കൊണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് നേരെ ചികിത്സ കിട്ടാതെ അവരെ പറഞ്ഞയച്ചു എന്നൊരു പോസ്റ്റ് സാറ് ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന മുമ്പ് നമ്മൾ നോക്കി കണ്ടത്. അപ്പൊ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു പോയി. വീണ ജോർജിനെ മന്ത്രിയാക്കാൻ വേണ്ടി CPM വലിയ വില കൊടുക്കേണ്ടി. അതുപോലെ കഴിഞ്ഞ ദിവസം 8 വയസ്സുള്ള ഒരു പിഞ്ചുകുട്ടി, എത്ര വയസ്സെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ആ പഴയ സൂചി, തുരുമ്പിച്ച സൂചി അവിടെ കിടന്നത് കുത്തിക്കേറി. ആ കൊച്ചുകുട്ടിക്കിനെയും 6-7 വർഷം ഇനി തുടർച്ചയായിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അവന് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് അല്ല, HIV ബാധ ഉണ്ടായിരിക്കാൻ, ഹെപ്പറ്റൈറ്റിസ് ബാധ ഉണ്ടായിരിക്കാൻ ഒക്കെയുള്ള കുത്തിവെപ്പുകൾ അവൻ ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടി അവൻ അനുഭവിക്കേണ്ടി വരും. പിഞ്ചുകുട്ടിയാണ്, 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെ അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരം വീണ്ടും വരാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ കേട്ടില്ല. നിപ്പ വീണ്ടും വന്നു. പകർച്ചവ്യാധികളുടെ തലസ്ഥാനമായി കേരളം മാറിയില്ലേ? എന്തു സുരക്ഷയാണ്? വന്ദനാദാസ്, ബംഗാളിലെ പോലെ വന്ദനാദാസും ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലേ?
ഈ വീണ അതൊരു അക്രമി കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ആ ഡോക്ടർ കുട്ടിയെ. ആയിക്കോട്ടെ, അവിടെയും ബംഗാളിലും അത് തന്നെയാണല്ലേ സംഭവിച്ചത്. അപ്പൊ സമാനമല്ലേ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് സാറ് പറയുന്നു മാണി കോൺഗ്രസ് പോകാൻ സാധ്യതയുണ്ട്, വേറെ മറ്റു മുന്നണികളൊക്കെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. വേറൊരു വെറും മിറക്കളി ഞാൻ പറയാം. മുസ്ലിം ലീഗ് ചിലപ്പം തിരിച്ച് LDF പോകാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് ഞാൻ പറയാം, തൊടുപുഴയിൽ ഇപ്പൊ അവർ തമ്മിൽ അടിയാ പരസ്പരം. ഒരു UDF യോഗത്തിൽ മുസ്ലിം ലീഗ് സമ്മതിക്കില്ല. അതൊരു തദ്ദേശ അത് തന്നെയാണല്ലോ പണ്ട് കോട്ടയത്തെ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പ്രശ്നമാണല്ലോ മാണി കോൺഗ്രസ് UDF നിന്ന് ഇറങ്ങിപ്പോവാനിടയായത്. സാർ, ഈ നരേന്ദ്രമോദിയുടെ വയനാട്ടിലെ വരവ് BJPക്ക് വോട്ടായി മാറുമോ നിയമസഭയിലൊക്കെ? നരേന്ദ്രമോദി വയനാട്ടിൽ വന്നത് തീർച്ചയായിട്ടും വോട്ട് വയനാട്ടിലൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല. കേരളത്തിൽ BJPക്ക് ഒരു ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തൃശ്ശൂര് സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയെങ്കിലും തവണ നമ്മൾ ഇവിടെ കണ്ടതാണ്. കൊച്ചിയിൽ അദ്ദേഹം ഇവിടെ വന്നു. ആ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഇവിടം കൊണ്ടേ പോകുള്ളൂ എന്നൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടുത്തെ BJPക്കാർക്ക് പോലും ഒരു വേള ജയിക്കുമോ സുരേന്ദ്രന് പോലും ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ അടുത്ത 2026 ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ പണ്ട് നേരത്തെ ഇവിടെ 2 മുന്നണികൾ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ മൂന്നാമതൊരു BJPയും കൂടെ ഇവിടെ ശക്തമായി വരുമ്പോൾ സാറ് പറയുന്ന മിറാക്കിൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നണി മാറ്റങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസിന് ഭരണസാധ്യത കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. UDF ഇപ്പോഴത്തെ നിലയിൽ സാധ്യതയുള്ളത്. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ട് അത് കൺഫേം ചെയ്യാം. പക്ഷെ മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞതെല്ലാം സ്ഥിതിഗതികൾ അനുദിനം മാറുകയാണ്. ഏതായാലും നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ആകാംക്ഷ എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഈ നിയമസഭ തീരാനുള്ളൂ, ഈ നിയമസഭയുടെ കാലാവധിയുള്ളൂ. എന്തായാലും മുന്നണിയിൽ മാറ്റമുണ്ടാകും എന്നാണ് ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കാം എന്തായിരിക്കും കേരളത്തിലെ മുന്നണി മാറ്റം എന്ന് അറിയാനായി.